പലർക്കും അനുഭവപ്പെടാറുള്ള ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കൊക്കെ തലയ്ക്ക് ഒരു വല്ലാത്തൊരു ഭാരം, കഴുത്തിനൊക്കെ ഒരു പിടുത്തം, പിന്നെ നമ്മൾ എത്ര ഉറങ്ങിയാലും നമുക്ക് തീരാത്തൊരു ക്ഷീണം, പിന്നെ തോളിലും കഴുത്തിലും ഒക്കെ ഒരു തരം കഴപ്പ്. ഇങ്ങനെയൊക്കെ പലർക്കും രാവിലെ എണീക്കുമ്പോൾ അനുഭവപ്പെടാറുള്ളതാണ്. മിക്കവാറും നമ്മൾ ഇതൊരു സാധാരണ തലവേദന അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം ശരിയാവാത്തത് കൊണ്ടുള്ള പ്രശ്നമൊക്കെ ആയിട്ട് നമ്മളങ്ങ് തള്ളിക്കളയും. എന്നാൽ സത്യത്തിൽ ഇത് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായ തലനീരിറക്കം എന്ന് പറയുന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. നമ്മളുടെ കാലാവസ്ഥയും ജീവിതശൈലിയൊക്കെ ഇതിനെ കുറച്ചുകൂടി വഷളാക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന തലനീരിറക്കത്തെ കുറിച്ചാണ്. എന്താണ് തലനീരിറക്കം, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇതിന് ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്ന പുറമെ പുരട്ടാനും ഉള്ളിൽ കഴിക്കാനും നമ്മളുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ലളിതവും എന്നാൽ നമുക്ക് ഫലം തരുന്നതുമായ ചില വഴികളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം എന്താണ് തലനീരിറക്കം നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ആയുർവേദം അനുസരിച്ച് നമ്മളുടെ ആരോഗ്യം നിലനിൽക്കുന്നത് എന്ന് പറയുന്ന വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങൾ ഒരു ബാലൻസിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഇതിന്റെ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു താളം തെറ്റുമ്പോഴത്തേക്ക് ആണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. തലനീരിറക്കത്തിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും വാദദോഷമാണ് കൂടുന്നത്. അതിന്റെ കൂടെ കഫവും ഒരു കാരണമാവാറുണ്ട്. വളരെ ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ തലയിൽ ഉണ്ടാകുന്ന ഒരു തരം നീർക്കെട്ട് ഇത് താഴോട്ടിറങ്ങിയിട്ട് നമ്മളെ കഴുത്തിലെയും തോളിലേക്ക് പേശികളിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് അവിടോട്ടുള്ള രക്തഓട്ടമൊക്കെ കുറയ്ക്കുകയും നമ്മളുടെ വേദനയും പിടുത്തമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ നമുക്ക് ഒരു മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ, തലനീരിറക്കം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മളെ കഴുത്തിലും തോളിലോട്ടും ഒക്കെ ഒരു വിട്ടുമാറാത്ത വേദനയും കഴപ്പമൊക്കെ, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ തലയ്ക്കൊരു ഭാരം, പിന്നെ ഒരു തരം മന്ദത പോലെയൊക്കെ തോന്നുക, നെറ്റിയുടെ വശങ്ങളിലും പിൻകഴുത്തിലൊക്കെ വരുന്നൊരു വേദന, പിന്നെ ചിലർക്ക് ചെവിയിലും കണ്ണിന്റെ ഭാഗങ്ങളിലൊക്കെ വേദന, അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാം. ഈ വേദന പതുക്കെ കയ്യിലോട്ടൊക്കെ പടരുന്ന പോലെയൊക്കെ പലർക്കും തോന്നാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ പൊതുവായിട്ട് ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ഉറക്കക്കുറവൊക്കെ മിക്ക ആൾക്കാർക്കും സാധാരണമാണ്. ഇത് എന്താണ് ഇതിന്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പകുതി പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളുടെ ദിവസേനയുള്ള ചില ശീലങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇതിന്റെ കാരണം. ഒന്നാമെന്ന് പറയുന്നത് നമ്മളുടെ ഇരിപ്പും ജോലിയൊക്കെയാണ്. മണിക്കൂറുകളോളം AC റൂമിലൊക്കെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ ഈ ഡ്രൈവർമാർ പോലുള്ളവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. കഴുത്തിന് ആവശ്യമായിട്ടുള്ള ചലനം കിട്ടാതെ വരുമ്പോൾ പേശികളെല്ലാം കൂടെ മുറുക്കി പിടിക്കും. രണ്ടാമതെന്ന് പറയുമ്പോൾ കുളിക്കുമ്പം നേരം വൈകി നമ്മൾ കുളിക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ തണുത്ത വെള്ളത്തിൽ തല കഴുകുന്നത്, പിന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ മുടി ശരിക്കും ഉണക്കാതെ ഫാനിന്റെ AC-യുടെ ഒക്കെ താഴെ പോയി ഇരിക്കുക, ഇതെല്ലാം നമുക്ക് തലനീരിറങ്ങാനായിട്ട് കാരണമുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വിയർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത വെള്ളം തലയിലൊക്കെ ഒഴിക്കുന്നതൊന്നും നല്ലൊരു ശീലമല്ല. ഇനി കാലാവസ്ഥ, അതായത് നമ്മൾ ഈർപ്പവും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥയിൽ വാദം കൂടും. ഇത് നമ്മളുടെ നീരിറക്കത്തിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. പെട്ടെന്ന് ചൂടിൽ നിന്നും നമ്മൾ തണുപ്പിലേക്ക് വരുന്നതും ഇത് ശരീരത്തിന് നല്ലതുമല്ല, നീരിറക്കത്തിനൊക്കെ വഴിയൊരുക്കും. പിന്നെ ഭക്ഷണത്തിലെ കുറച്ച് ശീലങ്ങൾ, തണുത്തതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഐസ്ക്രീം, തണുത്ത വെള്ളം, പിന്നെ രാത്രിയിൽ തൈര് കഴിക്കുന്നത് പോലുള്ള ശീലങ്ങൾ, ഇതെല്ലാം നമ്മളെ ശരീരത്തിലെ കഫം കൂട്ടിയിട്ട് നീർക്കെട്ടുണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാക്കും. പിന്നെ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ സ്ട്രെസ്. ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരും കാണാറില്ല. മാനസിക സമ്മർദ്ദം കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ വാതദോഷം കൂടും. ഇത് നമ്മളുടെ പേശിയൊക്കെ മുറുക്കം ഉണ്ടാക്കുകയും വേദനയ്ക്കൊക്കെ ഒരു പ്രധാന കാരണമാണ്. ഇനി നമുക്ക് ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. തലനീരിറക്കത്തിന് വളരെ ഫലപ്രദമായുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ വൈദ്യ നിർദ്ദേശപ്രകാരം ശീലിക്കാൻ പറ്റുന്ന കുറച്ച് വഴികളാണ് പറയുന്നത്. അത് നമുക്ക് പുറമേ പുരട്ടാൻ പറ്റുന്ന എന്താണെന്ന് നോക്കാം. ഇതിന് പുറമേ പുരട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം അസന ഏലാദി എണ്ണയാണ്. ഇതൊരു ആയുർവേദ എണ്ണയാണ്. അസനം അല്ലെങ്കിൽ വേങ്ങ, ഏലക്ക, ചിറ്റമൃത്, ഇങ്ങനെ കുറച്ച് ഔഷധങ്ങൾ ചേർത്താണ് ഈ മരുന്നുണ്ടാക്കുന്നത്. ഇത് വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ തലവേദന, കഴുത്തിൻ്റെ തോളിലെയും പേശികളുടെയൊക്കെ മുറുക്കം, ഇതൊക്കെ കുറയ്ക്കാൻ ഇത് വളരെ നല്ലൊരു എണ്ണയാണ്. ഇതെങ്ങനെയാണ് പുരട്ടേണ്ടതെന്ന് നമുക്ക് നോക്കാം. നോർമലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 തൊട്ട് 10 മില്ലി എണ്ണ ഒരു ചെറിയ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോ വല്ലതും എടുത്തിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ ഇച്ചിരി ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് ഇതിലോട്ട് നമ്മൾ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ടെക്നിക്ക് എന്ന് നമുക്ക് പറയാം.
അതുപോലെ ഈ എണ്ണ ഒരു ഇളം എണ്ണ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഈ എണ്ണ നമ്മൾ തലയോട്ടിയിലും നെറ്റിയിലും ചെവിയുടെയൊക്കെ പുറകിൽ പിന്നെ കഴുത്തിൻ്റെയൊക്കെ ബാക്കിൽ ആയിട്ടൊക്കെ നമ്മൾ നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് നമ്മൾ ലൈറ്റായിട്ട് ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഇത് വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. കുറഞ്ഞ ഒരു 30 മിനിറ്റ് എങ്കിൽ ഈ എണ്ണ നമ്മളുടെ ആ പുരട്ടിയ ഭാഗത്ത് പിടിക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയുക. പിന്നെ തലയിൽ നമ്മൾ താളിപ്പൊടിയോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഇത് കഴുകിക്കളയാവും. ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ എണ്ണ തേച്ച ശേഷം നമ്മൾ പെട്ടെന്ന് തണുപ്പുള്ള സ്ഥലത്ത് പോയി ഇരിക്കരുത്. ഇത് ഗുണത്തെക്കാളും ദോഷം ഉണ്ടാക്കും. രണ്ടാമത്തേന്ന് വെച്ചാൽ അണുതൈലം വെച്ചിട്ടുള്ള നസ്യമാണ്. ഔഷധ ഗുണമുള്ള എണ്ണ നമ്മളുടെ മൂക്കിനുള്ളിലേക്ക് ഒഴിക്കുന്നതിനാണ് നസ്യം എന്ന് പറയുന്നത്. ഈ നമ്മളുടെ മൂക്കാണ് നമ്മളെ ശിരസിലേക്കുള്ള ഒരു പാത്വേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അണുതൈലം വെച്ച് നസ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ സൈനസുകളെയൊക്കെ ശുദ്ധമാക്കാനും തലയിലെ കഫക്കെട്ട്, തലവേദന, കഴുത്ത് വേദന ഇതിനൊക്കെ ആശ്വാസം നൽകാനായിട്ട് സഹായിക്കും. അപ്പം നമ്മളിത് രാവിലെ വെറും വയറ്റിന് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെയാണ് നസ്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ഇതും ഈ എണ്ണ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ചൊന്ന് മലർന്ന് കിടന്നിട്ട് നമ്മളെ തല അർപ്പം പുറകിലോട്ടാക്കിയിട്ട് വച്ചിട്ട് നമ്മൾ ഓരോ മൂക്കിൽ 2 തുള്ളി വീതം ഒഴിക്കുക. എന്നിട്ട് സാവധാനം നമ്മൾ മുകളിലേക്ക് ശ്വാസം എടുക്കുക. ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് വേണം മറ്റേ മൂക്കിലോട്ട് ഒഴിക്കാൻ. എന്നിട്ട് നല്ലോണം വലിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടന്ന ശേഷം നമുക്ക് എഴുന്നേക്കാം. തൊണ്ടയിൽ വരുന്ന കഫം നമ്മൾ തുപ്പിക്കളയണം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗർഭിണികൾ, പനി, ദഹനക്കേട്, പിന്നെ കടുത്ത ജലദോഷം ഇങ്ങനെയുള്ളവരൊക്കെ നസ്യം ചെയ്യുന്നത് ഒഴിവാക്കണം. ഇനി എക്സ്റ്റേണലായിട്ട് പുരട്ടാൻ പറ്റുന്ന പൊടി, അതായത് രാസ്നാദി ചൂർണം. തലനീരിറക്കത്തിന് രാസ്നാദി ചൂർണം ഉപയോഗിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു രീതിയാണ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കുക. ഒന്നെന്ന് പറയുന്ന സാധാരണയായിട്ട് നമ്മൾ ഉച്ചിരി തിരുമുക. കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ തല നന്നായിട്ട് ഉണക്കുക. എന്നിട്ട് ഒരു ഇച്ചിരി രാസ്നാദിപ്പൊടി നമ്മളുടെ ഇതിൽ കയ്യിലെടുത്തിട്ട് നമ്മൾ തലയുടെ മധ്യഭാഗത്തായിട്ട് ഇത് തേച്ച് നല്ലോണം പിടിപ്പിക്കുക. ഇത് നമ്മളെ തലയിൽ അധികമുള്ള ഈർപ്പം വലിച്ചെടുക്കാനും ജലദോഷം വരാതിരിക്കാനും ഒക്കെ സഹായിക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇത് നമുക്ക് കുഴമ്പ് രൂപത്തിൽ നമുക്ക് പുരട്ടാം. തലനീരിറക്കം വളരെ കൂടുതലാണെങ്കിൽ ഈ ചൂർണം നമുക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ചെറിയ നാരങ്ങാ നീരിലോട്ടോ ഇത് ചാലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് നെറ്റിയിലും മൂക്കിന്റെ ഇരുവശങ്ങളിലൊക്കെ പുരട്ടുന്ന കഫക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ എണ്ണ ഉപയോഗിക്കുന്നവർ, തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവർ കുളിക്ക് ശേഷം ഈ എണ്ണമയം നല്ല രീതിയിൽ മാറ്റിയിട്ട് വേണം ഈ രാസ്നാദി പൊടി തിരുമാൻ. പിന്നെ മുറിവുള്ള ഭാഗത്ത് കണ്ണിന് തൊട്ടടുത്തൊക്കെ ഈ ചൂർണം പുരട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അലർജി ഉള്ളവർ ചൂർണം പുരട്ടുമ്പോഴത്തേക്ക് പുകച്ചിലോ അല്ലെങ്കിൽ ഒരു തടിപ്പൊക്കെ അനുഭവപ്പെടുന്നവരാണെങ്കിൽ അപ്പോഴേ കഴുകിക്കളയുക. പിന്നെ ഇത് പുരട്ടരുത്. ഇനി കുറച്ച് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളെ പറ്റിയാണ് പറയുന്നത്. ലക്ഷണങ്ങളുടെ കാഠിന്യവും നമ്മളുടെ ദോഷങ്ങളുടെയൊക്കെ അവസ്ഥ അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുന്ന കുറച്ച് മരുന്നുകളെ പറ്റിയാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ദശമൂല കടുത്രയ കഷായം. ഇതിന്റെ പേര് പറയുന്ന പോലെ ദശമൂലങ്ങളും കടുത്രയ, അതായത് ചുക്ക്, കുരുമുളക്, തിപ്പലിയൊക്കെ ചേർന്ന് പിന്നെ ആടലോടകമൊക്കെ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കഷായം പ്രധാനമായിട്ട് കഫദോഷത്തിനും ശ്വാസരോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചുമ, ജലദോഷം, ശ്വാസം മുട്ടൽ, നെഞ്ചിലും മുതുകിലും ഒക്കെ അനുഭവപ്പെടുന്ന വേദന ഇതിനൊക്കെ ഇത് ആശ്വാസം നൽകും. ഇനി പറയുന്ന ഒരു ലേഹ്യമാണ്, അത് അഗസ്ത്യ രസായനം. വിട്ടുമാറാത്ത ചുമ, അലർജി, ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ ഇതൊരു മികച്ച മരുന്നാണ്. ഒരു രസായനം ആയതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുവഴി രോഗം വരാതിരിക്കാൻ തടയാനുമായിട്ടൊക്കെ ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ഇത് രണ്ടും എങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. നോർമൽ ഡോസായിട്ട് കഷായം എന്ന് വെച്ചാൽ ഒരു 15 മില്ലി കഷായം എടുക്കുക. അതിൻ്റെ 4 ഇരട്ടി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ചേർത്തിട്ട് രാവിലെയും രാത്രിയും നമ്മൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ലേഹ്യ അഗസ്ത്യ രസായനം എന്ന് പറയുന്നത് ഇത് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഭക്ഷണശേഷം കഴിക്കണം. അതിൻ്റെ കൂടെ ഇളം ചൂടുവെള്ളം കൂടെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തലനീരിറക്കം ചില ആൾക്കാർക്ക് എണ്ണ പുരട്ടുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകാം. തലയിൽ ചിലപ്പം തണുത്ത എണ്ണകളൊക്കെ പുരട്ടുമ്പം ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എണ്ണ സെലക്ട് ചെയ്ത് കറക്റ്റ് എണ്ണ നോക്കി വേണം പുരട്ടാൻ. ഇല്ലെങ്കിൽ വീണ്ടും ഇത് വർദ്ധിപ്പിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മളെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തേണ്ടുന്ന കുറച്ച് മാറ്റങ്ങൾ. ഇല്ലെങ്കിൽ ഈ പ്രശ്നം വീണ്ടും ഈ തലനീരിറക്കം വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഇനി ഞാൻ പറയുന്നത്. നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ശീലങ്ങൾ. രാത്രി ഒരുപാട് വൈകിയുള്ള കുളി നമ്മൾ ഒഴിവാക്കുക. കുളിച്ചാൽ ഉടനെ തന്നെ മുടി നമ്മൾ നല്ല രീതിയിൽ ഉണക്കണം. AC-യുടെ തണുപ്പ് അല്ലെങ്കിൽ നേരിട്ട് കഴുത്തിലും തലയിലും ഏൽക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ് ഒഴിവാക്കിയിട്ട് എഴുന്നേറ്റ് നമ്മൾ കഴുത്തിനൊക്കെ ചെറിയ എക്സസൈസുകൾ ചെയ്യുക.
ഇനി ഭക്ഷണത്തിലുള്ള ശ്രദ്ധ, അതായത് തണുത്ത വെള്ളം, ഐസ്ക്രീം ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ ചെറിയ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ, ജീരകം പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ഈ നീർക്കെട്ടൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ധാരാളം ചൂടുവെള്ളം കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഉറക്കമാണ്. രാത്രി നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാനും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതൊക്കെ നമ്മളെ വാതദോഷത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അതുമൂലം തലനീരിറക്കവും നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇവിടെ പങ്കുവച്ച കാര്യങ്ങളൊക്കെ പൊതുവായിട്ടുള്ള അറിവിലുള്ളതാണ്. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും രോഗാവസ്ഥയൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഏത് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പും, പ്രത്യേകിച്ച് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പും, നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളുടെ അവസ്ഥയ്ക്ക് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കഴിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളോ അനുഭവങ്ങളോ ഒക്കെ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.